മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്കെതിരെ തൊടുപുഴയിൽ വച്ചുണ്ടായ വധശ്രമത്തെക്കുറിച്ച് ന്യൂസ് അവറിൽ ചർച്ച ചെയ്ത് ഏഷ്യാനെറ്റ് ന്യൂസ്. ഷാജന്റെ ആശയങ്ങളോട് എല്ലാവർക്കും ഒരുപോലെ യോജിപ്പും വിയോജിപ്പും ഉണ്ടാകാം. പക്ഷേ ആശയത്തെ കായികപരമായി നേരിടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും ഇതിനെതിരെ മാധ്യമലോകത്തു നിന്ന് തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടു. തനിക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് ഷാജൻ സ്കറിയ തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് ചർച്ച തുടങ്ങിയത്. തന്നെ കൊല്ലാൻ തന്നെയായിരുന്നു അക്രമികളുടെ ഉദ്ദേശമെന്ന് അനുഭവം വിവരിച്ചുകൊണ്ട് ഷാജൻ സ്കറിയ പറഞ്ഞു. വിവാഹത്തിൽ പങ്കെടുത്ത് റിസപ്ഷനായി പോകുമ്പോഴാണ് വാഹനം തന്റെ വാഹനത്തിൽ ഇടിക്കുന്നത്. സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിൽ സുരക്ഷയെ മുൻകരുതി താൻ ഗ്ലാസ് തുറക്കാറില്ല. പക്ഷേ കല്യാണത്തിന് വന്ന ഏതോ വാഹനം ഇടിച്ചതാണെന്ന ധാരണയിലാണ് താൻ ഗ്ലാസ് തുറന്നത്. അപ്പോഴേക്കും മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിൽ 5 അംഗ സംഘം വന്ന് എന്നെ മർദ്ദിക്കാൻ തുടങ്ങിയിരുന്നു. നിന്നെ ഇന്ന് കൊന്നിട്ടേ പോകുമെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് അക്രമികൾ മർദ്ദിക്കാൻ തുടങ്ങിയത്. കാറിന്റെ ഉള്ളിൽ കൂടിയതിനാലാണ് അവർക്ക് എളുപ്പത്തിൽ മർദ്ദിക്കാൻ സാധിക്കാതിരുന്നത്. മർദ്ദനത്തിന് ഇടയിൽ തന്നെ ഒരാൾ തന്നെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു. വാഹനത്തിനുള്ളിലായതിനാൽ മാത്രമാണ് തനിക്ക് കൈ തട്ടിമാറ്റാൻ സാധിച്ചത്. അപ്പോഴേക്കും സുഹൃത്തായ മനോജ് എത്തിയത് ആശ്വാസമായി. മനോജാണ് വാതിൽ പോലും അടയ്ക്കാതെ വാഹനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് മാറ്റിയത്. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു അക്രമം. വാഹനക്കുരുക്ക് വന്നപ്പോൾ സംഘത്തിലുള്ളവർ തന്നെ പോയി ട്രാഫിക് വരെ നിയന്ത്രിച്ചു. സംഭവം കണ്ട് തന്നെ സഹായിക്കാനെത്തിയവരെയും അക്രമികൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അക്രമികളെ ഒന്നും തനിക്ക് മുൻപരിചയം ഇല്ലായിരുന്നു. പിന്നീടാണ് മാത്യൂസ് കൊല്ലപ്പള്ളിയും സംഘവുമാണ് തന്നെ മർദ്ദിച്ചതെന്ന് തിരിച്ചറിഞ്ഞത്. വാർത്ത കൊടുത്തതിന്റെ വൈരാഗ്യമാണോ അക്രമത്തിന് പിന്നിലെന്ന ചോദ്യത്തിനും ഷാജൻ സ്കറിയ വിശദീകരണം നൽകി. തന്നെ ആക്രമിച്ചവരിലെ സൂത്രധാരനായ മാത്യൂസ് കൊല്ലപ്പള്ളിയുമായി ബന്ധപ്പെട്ട് വാർത്ത മലയാളത്തിലെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും നൽകിയിരുന്നു. എന്നാൽ താൻ ഇരു കുടുംബങ്ങളോടും സംസാരിച്ച് കുറച്ച് വിശദമായി തന്നെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത് പോലെ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയുടെ മരണം കൊലപാതകമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ഷാജൻ സ്കറിയ ചർച്ചയിൽ വ്യക്തമാക്കി. ആത്മഹത്യയെന്ന് തന്നെയാണ് താൻ റിപ്പോർട്ട് ചെയ്തതെന്നും അതാണ് അക്രമത്തിന് പിന്നിലെന്ന് വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. ആക്രമണത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മറുനാടൻ എഡിറ്റർക്കെതിരെ നടന്ന ആക്രമണത്തിൽ CPMന് പങ്കുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. രാഷ്ട്രീയ ബന്ധം ഒറ്റനോട്ടത്തിൽ പറയാൻ പറ്റില്ലെങ്കിലും സംഭവത്തിനു പിന്നാലെ ഇടതുപക്ഷ സൈബർ ഇടത്തിലുൾപ്പെടെ നടന്ന ആഹ്ലാദ പ്രകടനങ്ങളും അക്രമികൾക്കുള്ള പിന്തുണയും കാണുമ്പോൾ അവരുടെ സമ്മതവും ആശീർവാദവും ഈ അക്രമത്തിന് ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കണം. അദ്ദേഹത്തെ പല രീതിയിലും ഇവർ തകർക്കാൻ ശ്രമിച്ചു. ഒന്നിനും കഴിയാതെ വന്നപ്പോഴാണ് കായികപരമായി നേരിട്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കൃത്യമായ രാഷ്ട്രീയ വേട്ടയാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്കെതിരെ ഉണ്ടായതെന്ന് സുപ്രീം കോടതി അഭിഭാഷകൻ MR അഭിലാഷ് അഭിപ്രായപ്പെട്ടു. ഇതാദ്യമായല്ല ഷാജനെ പൂട്ടാൻ ഇവർ ശ്രമിക്കുന്നത്. നിയമത്തിന്റെ വഴിയിൽ പലതും ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ വഴി ശരിയായിരുന്നതുകൊണ്ട് സുപ്രീം കോടതി വരെ അദ്ദേഹത്തെ ശരിവെച്ചു. ഇങ്ങനെ എല്ലാ തരത്തിലും പരാജയപ്പെട്ടപ്പോഴാണ് കായികപരമായി നേരിടാൻ ഇറങ്ങിയത്. ആശയം കൊണ്ട് നേരിടാൻ പറ്റാത്തപ്പോൾ ഒരാളെ സംഘം ചേർന്ന് നേരിടുന്നത് ധൈര്യമല്ല, മറിച്ച് ഭീരുത്വമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഷാജൻ സ്കറിയ നേരിട്ടതുപോലെയുള്ള വേട്ടയാടലുകൾ കേരളത്തിൽ ഒരു മാധ്യമപ്രവർത്തകനും ഇന്നേ വരെ നേരിട്ടു കാണില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ പറഞ്ഞു. ഷാജന്റെ കാര്യത്തിൽ മാധ്യമപ്രവർത്തകർ പോലും കാണിക്കുന്ന ഇരട്ടത്താപ്പ് വലിയ വിഷയം തന്നെയാണ്. പക്ഷം ചേരുന്നില്ലെന്ന് പറയുമ്പോഴും പക്ഷം ചേർന്ന് തന്നെയാണ് ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. പലരും നിലനിൽപ്പിന് വേണ്ടിയാണ് പക്ഷം പിടിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നിലനിൽപ്പിന് അത് ആവശ്യമാണ്. പക്ഷേ പരിധി വിട്ടാൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതും അതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു.